നമസ്കാരം. അപ്പം ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയെ ഒന്ന് ബേസിക്കായിട്ട് എൻ്റേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ബിസിനസ് എവിടെയൊക്കെ നടക്കുന്നു, എന്തൊക്കെ നടക്കുന്നു, എവിടെയൊക്കെ അതിനൊക്കെ സ്കോപ്പുണ്ട്, എവിടെയൊക്കെ പുതിയതായിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് പൊങ്ങാം, അങ്ങനത്തെ കാര്യങ്ങൾ പണിയാം. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് പ്രോപ്പർട്ടീസാണ്. അതായത് നമ്മൾ ഒരു ബേസിക്കായിട്ട് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനും അതുപോലെ ബൈ ചെയ്യാനും ഒക്കെ ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഈ റോഡ് സൈഡിൽ ഞാനിപ്പോൾ ഈ പ്രോപ്പർട്ടീസ്, അതായത് ഈ വഴി കാണിക്കുന്നുണ്ട്. വഴിയിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ബിൽഡിങ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ പ്രോപ്പർട്ടീസ് കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അതായിട്ടുള്ള സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇന്ന സ്ഥലത്ത് കിട്ടിയോ വലിയ ഉപകാരം, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇനി വേറെ ഒരിടത്തും പോകണ്ട, നമ്മളോട് പറഞ്ഞാൽ മതി. നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഒരു നമ്പർ ഡീറ്റെയിൽ കൊടുത്തേക്കാം. അതുകൂടാതെ ആ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ ഫോമും കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ എൻട്രി ചെയ്യുന്ന വഴി നമുക്ക് പിന്നെ കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഗൂഗിൾ ഫോമിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്നതിൻ്റെ അകത്ത് ഉത്തരം കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനും പറ്റും. നമുക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഡീറ്റെയിൽസിൻ്റെ അകത്തുനിന്ന് ഏകദേശം മനസ്സിലാവും. പിന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അത് ഇൻഫോം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ സെല് ചെയ്യാനാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് കൊടുക്കാനുള്ളത്, ഇതൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻ, ഇവിടുത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്. ഇപ്പം നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെല്ല് ചെയ്യാനും ഒക്കെ വലിയ സഹായമായിട്ട് തീരും. അപ്പം നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിൽ ഈ കാണിക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്പോൾ അതുവഴി ഒരു വലിയൊരു ഒരു ഹ്യൂജ് മാർക്കറ്റാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഗ്രോത്ത് ട്രയാങ്കിൾ ഉണ്ടല്ലോ, ട്രിവാൻഡ്രം, കൊല്ലം, പുനലൂർ. അപ്പോൾ ഇത്രയും ഇത്രയും ഏരിയാസാണ് നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് കോറിഡോർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഞാനൊരു ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, നമ്മൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. അപ്പം അത് എല്ലാം ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ പ്ലാമോട് ജംഗ്ഷൻ മുതൽ കേശവദാസപുരം ജംഗ്ഷൻ വരെയുള്ള ആ ഒരു റൂട്ട് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ്, എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അപ്കമിങ് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ കാര്യം പ്രസൻറ്റ് നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ബിൽഡിങ്സും നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് പറയാനായിട്ട്, പക്ഷേ നമ്മൾ ആ ഒരു കാറിൽ ട്രാവൽ ചെയ്ത് പോവുകയാണ്. പിന്നെ റോഡിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, റോഡിൻ്റെ കണ്ടീഷൻ കാരണം ശകലം ഷേക്കിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ബമ്പ് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ റോഡിൽ യാത്ര ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസും ബഹളവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാമോട് ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള കേക്കുമൂട് ജംഗ്ഷൻ്റെ അവിടുന്ന് നമ്മൾ PMG കിടക്കുകയാണ്. അപ്പം നമ്മുടെ PMG പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഷീ സ്ക്വയർ കാണാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കോടിയലിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രശസ്തമായ ജ്യൂസ് കടയുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ പ്രോപ്പർട്ടീസ് വിൽക്കാനും ഒക്കെ കിടപ്പുണ്ടായിരിക്കും. നമുക്ക്
അപ്പം ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് വിൽക്കാനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് കൊടുക്കാനോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വഴി നിങ്ങളുടെ കോൺടാക്റ്റ് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഈ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വികാസ് ഭവൻ്റെ ബസ് ഡിപ്പോ കാണാം. പിന്നെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലായിട്ട് തൊഴിൽ ഭവൻ കാണാം. അതിന് മുമ്പായിട്ട് വിജിലൻസിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു HDFC ബാങ്ക് ഉണ്ട്. പിന്നെ ജയ്ഹിന്ദ് TV-യുടെ ഒരു ഓഫീസ് ഇവിടെയാണ് വരുന്നത്. ഇതാണ് നേരെ കാണുന്നതാണ് PMG ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ മുമ്പ് കാണുന്നതാണ് മസ്ജിദ് ഹോട്ടൽ. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റിയുടെ തമ്പാനൂർ ഭാഗത്തേക്ക് പോകും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ PMGയുടെ ഇവിടെ തന്നെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പോസ്റ്റ് ഓഫീസുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നേരെ താഴെ പോവുകയാണ്. ഇവിടെ NGO യൂണിയൻ്റെ ഒരു ഓഫീസുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ പ്രിസൈസിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇത് വൺ വേ ആണ്. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് വഴി നമ്മൾ പോകുന്നു, റൈറ്റ് വഴി നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വരാൻ പറ്റും. നമ്മൾ നേരെ ലെഫ്റ്റ് വഴി പോകുന്നു. ഇവിടെ താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ BSNLൻ്റെ ഓഫീസുണ്ട്. SBIയുടെ ഒരു ATM-ഉം അതുപോലെ BSNLൻ്റെ ഒരു ചെറിയൊരു കൗണ്ടറും ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഡെറിക്കിൻ്റെ ഒരു ഇതുണ്ട്. നെക്സ മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂമുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പണി തീരാത്തൊരു ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കാണുന്നുണ്ട്. പിന്നെ ഇവിടെ TVS-ൻ്റെ ഒരു ഷോറൂമുണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വെൽനസിൻ്റെ ഒരു സെൻറ്ററുണ്ട്. ചെസ്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് വിമൻസ് കമ്മീഷൻ്റെ ഒരു ഓഫീസുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ PMG ജംഗ്ഷനിൽ നിന്ന് പ്ലാമൂട്ടിലേക്ക് പോവുകയാണ്. റോഡിലെ കുഴികളും അതുപോലെ ചെറിയ ഹമ്പും ഒക്കെ കാരണമാണ് ഒരു ഷേക്കിംഗ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പ്ലാമൂട് സിഗ്നലുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് എൻ്റെ ഓഫീസിൽ പോകുന്നത്. ഇപ്പം നമ്മൾ നേരെ പ്ലാമൂട് ജംഗ്ഷനിൽ അവിടെ നിന്ന് പട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഓഫീസ് കാണാം. പിന്നെ അതുപോലെ റൈമണ്ടിൻ്റെ ഒരു ഷോറൂം കാണാം. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കുറേ പ്രോപ്പർട്ടീസൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സെല്ലേഴ്സിനെയോ ഓണേഴ്സിനെയോ ഒക്കെ അറിയാവുന്നവരോ അല്ലെങ്കിൽ അവരുമായിട്ട് പരിചയമുള്ളവരോ കോൺടാക്റ്റ് ഉള്ളവരോ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ നമ്മളവിടെ ഇൻഫോം ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതായത് ഇപ്പോൾ ഇത് പട്ടം തോടാണ് ഇത് ക്രോസ് ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മെഡിട്രീന ഹോസ്പിറ്റൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു റൈറ്റ് ടേൺ ഉണ്ട്. ആ റൈറ്റ് ടേൺ പോകുന്നതെന്ന് പറയുന്നത് പട്ടം കവടിയാർ റോഡിലേക്കാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓക്സിജൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ജോസ്കോയുടെ ജ്വല്ലറി ഇപ്പോഴത്തെ കാണാൻ പറ്റും. ഇനി ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട്. ഇവിടെ ഒരു മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂം കാണാൻ പറ്റും. ബിബയുടെ ഒരു ഷോറൂം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫ്യൂവൽ സ്റ്റേഷനുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ. അതുപോലെ റൈറ്റ് സൈഡിലും HP-യുടെ ഒരു ഫ്യൂവൽ സ്റ്റേഷനുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികളുടെ പോപ്പീസിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഓലയുടെ ഒരു ഷോറൂം റൈറ്റ് സൈഡിലായിട്ടുണ്ട്. ഞാൻ പട്ടം ജംഗ്ഷനിലേക്കാണ് കിടക്കുന്നത്. പട്ടം ജംഗ്ഷനിൽ ഇവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു AI ക്യാമറയുണ്ട്. അപ്പോൾ നമ്മൾ AI ക്യാമറയൊക്കെ വെക്കുന്നതിന് നമ്മൾ ആദ്യം പഠിച്ചു. പക്ഷേ അത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ആൾക്കാർ കുറേ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇത് പ്രോപ്പറായിട്ട് ടൈമർ വെക്കണമെന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു മെയിൻ ഒരു അത്യാവശ്യ ഘടകമായിട്ട് കാണുന്നത്. പ്രോപ്പറായിട്ട് ഇപ്പം ഗ്രീനും കാണാം റെഡും കാണാം. എപ്പം എങ്ങോട്ട് പോകണം, റെഡ് എപ്പം മാറും, ഗ്രീൻ എപ്പം മാറി റെഡ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പിടിയില്ല. ഒരു പ്രതീക്ഷയുടെ പുറത്താണ് പോകുന്നത്. അത് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ഗ്രീൻ വന്നു, ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. ആ ഫ്രീ ലെഫ്റ്റ് മാറുമോ ഇല്ലയോ, ഗ്രീൻ ഫ്രീ ലെഫ്റ്റിൻ്റെ ടൈം ഉണ്ടോ, ഗ്രീൻ എപ്പം മാറും, ഒരു പിടിയില്ല. മുമ്പോട്ടൊക്കെ പോവാം. ടൈമർ വർക്ക് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. ഇതാണ്ട് ഒരു ചേട്ടൻ
സീബ്ര ക്രോസിങ് യൂസ് ചെയ്യാതെ അങ്ങോട്ട് പോകുന്നു. പിന്നെ റെഡ് സിഗ്നലും റെഡ് പെഡസ്ട്രിയൻ്റെ ഇതുണ്ട്, പക്ഷേ അത് ഒന്നും പ്രോപ്പറായിട്ട് ടൈമിംഗ് ഒന്നുമില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പഞ്ചായത്തിൻ്റെ കാര്യാലയം കാണാം, പിന്നെ PSC ഓഫീസ് ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് കാണാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കേന്ദ്രീയ വിദ്യാലയം കാണാം. പൊങ്കാലയുടെ ഒരു ടൈമാണ്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് LICയുടെ ഓഫീസൊക്കെ കാണാം. ഇവിടെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗവൺമെൻറ് ഗേൾസിൻ്റെ സ്കൂൾ കാണാം. റൈറ്റ് സൈഡിൽ QRS, നീൽഗ്രീസ് അങ്ങനത്തെ സ്ഥാപനങ്ങൾ കാണാം. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് സ്ക്വയർമെൻറ്റിൻ്റെ ഒരു സാരീസിൻ്റെ ഒരു ചെറിയൊരു കട കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചാലക്കുഴ റോഡാണ്, അത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് റിലയൻസ് ട്രെൻഡ്സ് കാണാം. പിന്നെ ഇവിടെ കാണുന്ന ഒരു ബിൽഡിംഗ്, ഇത് സ്ക്വയർമെൻറ്റിൻ്റെ ഒരു ഹോം മെയ്ഡ് ഒരു ബേക്കറി ഷോപ്പാണ്. റൈറ്റ് സൈഡിലായിട്ട് സ്പ്രിംഗ് ഗാർഡൻ്റെ ഒരു ഹെൽത്ത് കെയർ ഉണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ചിക്കിങ്ങും അതുപോലെ സെൻറ്റ് മേരീസ് സ്കൂളും കാണാം. ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജുണ്ട്. ഇവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കാണാം. പിന്നെ ഇവിടെ നേരത്തെ ഒരു ബിഗ് ബസാർ ഉണ്ടായിരുന്നു, അതിപ്പോൾ സ്മാർട്ട് ബസാറായി. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മക്ഡൊണാൾഡ് ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രീമിയർ ഉണ്ടായിരുന്നു. പിന്നെ കാർ പാലസ്, അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഏതാനും ഷോപ്പിംഗ് കോംപ്ലക്സ്. നമ്മളിപ്പോൾ നേരെ കേശവദാസപുരം ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ദിവസം ഒരു പുതിയൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതുവഴി നമുക്കൊന്ന് പോയി നോക്കാം. ഏതായാലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെടും. ഇതൊരു വലിയൊരു ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുവഴി നമുക്ക് എല്ലാവർക്കും ഒരു ബിസിനസ് ഗ്രോത്ത് സാധിക്കുന്നതായിരിക്കും.